ഹലോ, വെൽക്കം ടു ഡിയർ സൊല്യൂഷൻ. ഈ വീഡിയോയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സോഹോ ബുക്സിൽ എങ്ങനെ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുന്ന ന്യൂ കസ്റ്റമേഴ്സ്, അടുത്ത ബിസിനസ്സാണോ ഇൻഡിവിജ്വൽ അത് ചൂസ് ചെയ്യാം. അത് കമ്പനി നെയിം ഉണ്ട്, കമ്പനി നെയിം കൊടുക്കുക. അത് ഡിസ്പ്ലേ നെയിം നമുക്ക് എന്താ വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, GST ട്രീറ്റ്മെൻറ്റാണ് അടുത്ത് വരുന്നത്. പ്രൈസ് ഓഫ് സപ്ലൈ താഴോട്ട് വന്നാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ഈ ഒരു കസ്റ്റമർക്ക് ഓപ്പണിംഗ് ബാലൻസ് വല്ല ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്തെടുക്കുക. പേയ്മെൻറ്റ് ടേംസ്, പ്രൈസ് ലിസ്റ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ പറ്റും. ഈ കസ്റ്റമർക്ക് കസ്റ്റമർ പോർട്ടലിൽ ആക്സസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. അടുത്ത ബില്ലിംഗ് ആണ്, ഷിപ്പിംഗ് അഡ്രസ്സാണ് വരുന്നത്. ഈ ബില്ലിംഗ് അഡ്രസ്സാണ് സെയിം ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കുക. സേവ് ചെയ്യുന്നു. അഡീഷണൽ ഒരു കോൺടാക്ട് പേഴ്സൻ്റെ ആവശ്യമുള്ള അങ്ങനെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ സേവ് ചെയ്യാൻ പറ്റും. സേവ് കൊടുക്കുന്നത് മുകളിൽ കാണാം സേവ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം റിസീവബിൾ, ഇത്രയും എമൗണ്ട് റിസീവബിളാണ്. യൂസ്ഡ് ക്രെഡിറ്റ് ഇത്രയും എമൗണ്ട് വരുന്നുണ്ട്. അവരെ നമ്മളിവിടെ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ മാപ്പ് വരെ നമുക്ക് ഇവിടുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു കസ്റ്റമർക്ക് അഗെയിൻസ്റ്റ് എന്തെല്ലാം ട്രാൻസാക്ഷൻ നടന്നുണ്ടോ നമുക്ക് അത്രയും ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻവോയ്സ്, പേയ്മെൻറ്റ്, കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, എക്സ്പെൻസ്, ജേണൽ, ബിൽസ്, ഇതിൽ എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുന്ന നേരെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫിൽറ്റർ ചെയ്തെടുക്കുക. രണ്ട് രീതിയിൽ ഇത്രയും രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് കമൻ്റ് ആൻഡ് ഹിസ്റ്ററിയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ക്വിക്കായിട്ട് ഇവിടെ നമുക്ക് വല്ല ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിലാണ് വരുന്നത്. അടുത്തത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് എങ്ങനെ വേണ്ട, ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആണോ മൊത്തത്തിൽ വേണോ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ ഡേറ്റ് റേഞ്ച് ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് കൊടുക്കാം. ഓക്കെ, കസ്റ്റം നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് പ്രിവ്യൂ ചെയ്യാം. പ്രിവ്യൂ വരുന്നത് അല്ലാണ്ടെങ്കിൽ ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴിയോ മെയിലായിട്ടോ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ഡീറ്റെയിൽസ് നോക്കുന്നത് ഇങ്ങനെയാണ്. താങ്ക് യു.